ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള LLM എൻട്രൻസ് എക്സാമിനേഷൻ 2024 ഇന്നാണ് നടക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിലൊക്കെ എക്സാമിനേഷൻ എഴുതുക. നെഗറ്റീവ് മാർക്കൊന്നും വരുത്താതെ നോക്കുക. ഒരു ക്വസ്റ്റിന് +3 ആണ്. ശരി ഉത്തരവാണെങ്കിൽ +3, നെഗറ്റീവ് ആണെങ്കിൽ -1 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ഒന്നും അധികം വരാതെ നിങ്ങൾക്ക് മാക്സിമം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാം കൂടി ചാടിക്കേറി ആൻസർ ചെയ്ത് ഒരുപാട് നെഗറ്റീവ്സ് വന്ന് ഉള്ള മാർക്കും കൂടി പോവാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം അതൊക്കെ നോക്കി ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ഓപ്ഷൻസും വായിച്ചിട്ട് ആൻസർ ചെയ്യുക. ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അതാണ് ശരിയെന്ന് വിചാരിച്ച് ആൻസർ ചെയ്യാം. പക്ഷേ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ശരിയായിട്ട് തോന്നുന്ന ആൻസർ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് വേർഡ് ബൈ വേർഡ് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. CBT മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. ഉച്ച കഴിഞ്ഞ എക്സാമിനേഷൻ 3 മണി തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിൽ കറക്റ്റ് സമയത്ത് തന്നെ 1 PM to 2 PM ആണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ 2 മണിക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാമിനേഷൻ സെന്റർ ഹാൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തത് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക. കളർ പ്രിന്റ് വേണമെന്ന് മാൻഡേറ്ററി ആയിട്ടൊന്നും പറയുന്നില്ല. സോ അപ്പോൾ നിങ്ങൾക്ക് കളർ പ്രിന്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ കളർ പ്രിന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ എടുത്തിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് പ്രിന്റ് എടുത്ത അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫുമാണ് കൊണ്ടുപോവേണ്ടത്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ആരെങ്കിലും കാണുന്നതെങ്കിൽ അപ്പോൾ അത് രണ്ടും കൊണ്ടുപോകണം. അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്, ഒറിജിനൽ ആയിട്ടുള്ള ID പ്രൂഫ് കേട്ടോ, ഫോട്ടോസ്റ്റാറ്റ് ഒന്നും അല്ല. ആധാർ അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ്, വോട്ടേഴ്സ് ID എന്തെങ്കിലും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ID പ്രൂഫും കൂടി കൊണ്ടുപോയാൽ മതി, ഫോട്ടോ ഉള്ളത്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ID പ്രൂഫും കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ പോയി നല്ല രീതിയിൽ എക്സാം എഴുതുക. ഒരു എക്സ്ട്രാ പെന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി അവിടെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട, അതൊക്കെ അവിടെ കിട്ടിക്കോളും. എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യണതിൻ്റെ കാര്യമൊന്നും അധികം മാത്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ലോ സബ്ജക്ട്സ് ആണ്. 2 പാർട്ടായിട്ടാണ്, പാർട്ട് A പാർട്ട് B. ഇപ്പോൾ 25 മാർക്കിന് വരുന്നതും 20 മാർക്കിന് വരുന്നതും 10 മാർക്കിന് വരുന്നതൊക്കെ ഓൾറെഡി സിലബസ് ഒക്കെ നോക്കി നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പോയി പരീക്ഷ എഴുതുന്നവരായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഈസി ആയിരിക്കട്ടെ എക്സാമിനേഷൻ. സോ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കേരള LLM എൻട്രൻസ് എക്സാമിനേഷനിൽ കുറച്ച് കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1-2 പേരൊക്കെ കമന്റ് ബോക്സിൽ എത്ര മാർക്ക് ഉണ്ട് എങ്കിലാണ് ഗവൺമെന്റ് ലോ കോളേജസിൽ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ എത്ര റാങ്ക് വരെയാണ് അഡ്മിഷൻ കിട്ടുക എന്ന്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനാലിസിസിന്റെ അടിസ്ഥാനത്തിലാണ്, അലോട്ട്മെന്റ് അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. എത്ര റാങ്ക് വരെ വന്നാലൊക്കെ നിങ്ങൾക്ക് ഗവൺമെന്റ് ലോ കോളേജസിൽ അഡ്മിഷൻ കിട്ടും LLM എൻട്രൻസിന് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂർ, ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം, ഇങ്ങനെ 4 ഗവൺമെന്റ് ലോ കോളേജിലും LLMന് സീറ്റ് ഉണ്ട്. സീറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്, അതായത് ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് എൻട്രൻസ് എക്സാമിനേഷനിൽ കിട്ടിയിട്ടുള്ള 34 വരെയുള്ളവരാണ് എടുത്തേക്കുന്നത് കേട്ടോ. 34 ആണ് ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത്. ഇനി കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത് 28 ആണ്. തൃശ്ശൂരിൽ ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത് സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ 36 ആണ്. ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത് 26 ആണ്. നിങ്ങൾക്ക് നോക്കുക, ആദ്യത്തെ ഒരു 10-35 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഗവൺമെന്റ് ലോ കോളേജിലെ LLM എൻട്രൻസിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ജനറൽ കാറ്റഗറി ആണ്, റിസർവേഷൻ ഒന്നും ഇല്ല എങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് വന്ന മാർക്ക് കഴിഞ്ഞ വർഷം 395 മാർക്കാണ് വന്നത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് 395 മാർക്ക്. ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റുത്തരത്തിന് -1 ആണ്. മൊത്തം എത്രയുന്ന 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 200 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വെച്ച് വരുമ്പോൾ 600 മാർക്കാണ്. അപ്പൊ 600-ൽ 395 കിട്ടിയ ആൾക്കാണ് ഫസ്റ്റ് റാങ്ക് വന്നത്. അപ്പോൾ 34 റാങ്ക് വന്ന ആളെന്ന് പറയുമ്പോൾ 298 മാർക്കായിരുന്നു. 36 റാങ്ക് എന്ന് പറയുമ്പോൾ 297 മാർക്കാണ്. 26 റാങ്ക് എന്ന് പറയുമ്പോൾ 309 മാർക്സ് ആയിരുന്നു. 28 റാങ്ക് എന്ന് പറയുമ്പോൾ 308 മാർക്സ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന്റെ ഏറെക്കുറെ ഒരു കണക്ക് വരുമ്പോഴേക്കും ഒരു 300 മാർക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ സേഫ് ആണെന്ന് പറയാം.
അതായത് എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കണം, 100 ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ 100 × 3 300 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു 300 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളാണ് എങ്കിൽ ഗവൺമെന്റ് ലോ കോളേജിൽ LLM അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ശരിയുത്തരം ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും ശരിയാക്കാനായിട്ട് നോക്കുക. ഒരുപാട് നെഗറ്റീവ് ഒന്നും വരുത്താതെ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആൻസർ ചെയ്ത് പോവുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 90-95 ആൻസർ ചെയ്തോളെങ്കിലും ഒരുപാട് നെഗറ്റീവ് വരുത്താതെ കറക്റ്റ് ആയിട്ട് എഴുതിയത് ശരിയാക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും ശരിയാവുന്ന ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം ആൻസർ ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. നിങ്ങൾക്ക് ഏറെക്കുറെ റാങ്ക് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, 309, 308, നോക്കൂ 298, 97, 395 ഈ ഒരു റേഞ്ചൊക്കെ വരുമ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും ഒരു 300 മാർക്ക് എന്ന് പറയുന്ന ഒരു സേഫ് മാർക്കാണ്. അതായത് ഒരു 100 ക്വസ്റ്റ്യനെങ്കിലും അവിടെ ആൻസർ ചെയ്ത് ശരിയാക്കിയ എന്തായാലും നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ഗവൺമെന്റ് ലോ കോളേജസിൽ 4 ഗവൺമെന്റ് ലോ കോളേജിൽ നമ്മൾ ഇഷ്ടമുള്ള കോളേജ് ഏതാണോ അവിടെ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. LLM എൻട്രൻസിന് എഴുതി നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് LLMന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് EWS കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് എടുത്തിട്ടുള്ളത് 176 ആണ്. ഈഴവ കാറ്റഗറിയിൽ 54 ആണ്. മുസ്ലിം കാറ്റഗറിയിൽ 35 ആണ് റാങ്ക്, ലാസ്റ്റ് റാങ്ക് വന്നേക്കണേ. ബാക്ക്വേർഡ് ഹിന്ദുവിൽ 37, SC കാറ്റഗറിയിൽ നിന്ന് 86 ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ 176 കിട്ടിയാലും EWS കിട്ടും എന്നുള്ള രീതിയിൽ എപ്പോഴും അങ്ങനെ ഇരിക്കരുത്. കാരണം നിങ്ങൾ 176 റാങ്ക് മതിയല്ലോ, അപ്പൊ അത്രയും കുറച്ച് മതിയല്ലോ എന്ന്. സപ്പോസ് ഇപ്പൊ EWS നിന്നൊക്കെ 2 കുട്ടികളെയാണ് എടുക്കുന്നതെങ്കിൽ ആ EWSൽ 176 റാങ്ക് കിട്ടിയ ആളായിരിക്കാം ചിലപ്പോൾ EWS കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒക്കെ വന്ന വ്യക്തി അതായതുകൊണ്ടായിരിക്കാം. നോർമൽ ആയിട്ടുള്ള റാങ്ക് വന്നപ്പോൾ, അതായത് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് വന്നപ്പോൾ 176ാമത്തെ റാങ്ക് ആണ്. എന്നാലും കാറ്റഗറി ലിസ്റ്റിൽ അവർ ഫസ്റ്റോ സെക്കൻഡോ ആയതുകൊണ്ടായിരിക്കാം ടോപ്പിലുള്ള ആളെ സെലക്ട് ചെയ്ത്. പക്ഷെ ഇത്തവണ വരുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. അപ്പൊ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യരുത്. കാറ്റഗറി വൈസ് കയറാമെന്ന് ഓർത്ത് മാക്സിമം നിങ്ങൾ ശരി ഉത്തരങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. കുറച്ച് എഴുതിയിട്ടൊന്നും പോരരുത്. നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന അത്രയും ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ 176 ആണ് ലാസ്റ്റ് റാങ്ക് വന്നത് കേട്ടോ. ഈഴവയുടെ 54 ലാസ്റ്റ് റാങ്ക്, മുസ്ലിം കാറ്റഗറിയുടെ 35, ബാക്ക്വേർഡ് ഹിന്ദുവിന്റെ 37, SCയുടെ 86. ഇനി ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 28 ആണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. EWS കാറ്റഗറിയിൽ 476 ആണ് ലാസ്റ്റ് റാങ്ക്. ഈഴവ കാറ്റഗറിയിൽ 49 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നത്. മുസ്ലിം കാറ്റഗറിയിൽ 58, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 48, ലാറ്റിൻ കാറ്റഗറിയിൽ 65, SC കാറ്റഗറിയിൽ 137. ഇനി ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂര് സ്റ്റേറ്റ് മെറിറ്റിൽ 36 ആണ് ലാസ്റ്റ് റാങ്ക് വന്നത്. EWS കാറ്റഗറിയിൽ 133 ആണ് ലാസ്റ്റ് റാങ്ക്. ഈഴവ കാറ്റഗറിയിൽ 51, മുസ്ലിം കാറ്റഗറിയിൽ 57 ലാസ്റ്റ് റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 46, SC കാറ്റഗറിയിൽ 215, ST കാറ്റഗറിയിൽ 461 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് ജനറൽ കാറ്റഗറിയിൽ 26 ആണ്. EWS കാറ്റഗറി 221, ഈഴവ കാറ്റഗറി 42 ആണ് ലാസ്റ്റ് റാങ്ക്. മുസ്ലിം കാറ്റഗറി 62, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 177, കുഷവൻ കാറ്റഗറി 488 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് എടുത്തത്. SC കാറ്റഗറിയിൽ 124, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അതർ കാറ്റഗറിയിൽ 565 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് എടുത്തത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു റാങ്ക് അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ടായിരിക്കും എൻട്രൻസിന് അഡ്മിഷൻ കിട്ടുന്നതൊക്കെ. റാങ്ക് ബേസ്ഡ് കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഒരു 100 ക്വസ്റ്റ്യൻ എങ്കിലും ശരിയാക്കാനായിട്ട് നോക്കുക. അപ്പൊ 100 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ നമുക്കൊരു 300 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു സേഫ് ആണ്. എന്തായാലും നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. സോ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ LLM എന്തൊക്കെ ബ്രാഞ്ചസ് ഉള്ളതെന്നൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാം, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. CBT മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. CBT മോഡ് ഓഫ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആദ്യത്തെ 15 മിനിറ്റ് ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും അവർ. എങ്ങനെയാണ് എക്സാമിനേഷൻ, അതിന്റെ കളർ കോഡ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഓൾറെഡി ആ ഒരു CBT മോഡ് ഓഫ് എക്സാമിനേഷൻ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവരാണ് എങ്കിൽ എങ്ങനെയാണ് ഒരു CBT മോഡ് ഓഫ് എക്സാമിനേഷനിൽ കളർ കോഡൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരു CBT മോഡ് ഓഫ് എക്സാമിനേഷന്റെ LLBയുടെ ഒരു മോഡൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് LLMനും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മോഡലും കളർ കോഡും എങ്ങനെയാണ് ഓറഞ്ച് കളർ വരുമ്പോൾ പർപ്പിൾ കളർ വരുമ്പോൾ മാർക്ക്ഡ് ഫോർ റിവ്യൂലേക്ക് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്